പപ്പയല്ലേ കുതിര ചവിട്ടിയത്. പിന്നെ പഗ് വെട്ടി പണിക്ക് പോകേണ്ട കാര്യം എന്തേ? അത് വീട്ടിലോട്ട് ചെന്നപ്പോഴത്തേക്ക് ഈ പഗ് വെട്ടിക്കും മുതലാളുടെ പപ്പയ്ക്ക് ഒരേ ഫേസ്. പപ്പ ഈ ഈഗോ അടിച്ച് നേരെ പിടങ്ങിയൊക്കെ പോയി. ഇവിടുന്ന് ജോണി എങ്ങോട്ടെങ്കിലും പോകുന്നുണ്ടോ? ഇല്ല മുതലാളി. പോകുന്നെങ്കിൽ ഇത്രയും നാൾ തിന്നില്ലേ ആ ഉപ്പും ചോറും കക്കി വെച്ചിട്ടേ പോകും. അല്ല, അവിടെ അങ്ങനെ പറഞ്ഞപ്പോഴത്തേക്ക് ആവശ്യത്തിന്റെ വെറുതെ പറഞ്ഞു പോയതാണ് മുതലാളി. എന്നെ ഇങ്ങനെ പേടിപ്പിക്കാതെ. ഇയാൾക്ക് ഇപ്പൊ എന്താ വേണ്ടത് പറ. ഞാൻ ഇവിടെ ജോലി ചെയ്യണമെങ്കിൽ ഈ കുതിര പന്തലത്തിൽ ഞാൻ ജയിക്കണമെങ്കിൽ എനിക്ക് 7 ലക്ഷം രൂപ തരണം. 7 ലക്ഷം രൂപ. 7 lakh. 7 lakh. എങ്ങനെ? 7 lakh. അടുക്കള വശത്ത് സർലാക്കിന്റെ കുപ്പി പറക്കി വിറ്റ നിനക്ക് 7 ലാക്കോ? ഞാൻ പോവോ? 7 lakh എനിക്ക് വേണം മുതലാളി. അവൻ പോവാന്നാണ് പറയണത്. ഈ പറഞ്ഞ ഞായറാഴ്ച മത്സരം നടക്കുവാണ്. അവൻ പോയി കഴിഞ്ഞ കാര്യം നടക്കത്തില്ല. ഒരു 5 ലക്ഷം രൂപയെങ്കിലും കൊടുക്കും. ഓക്കെ, carry on. 3 lakh. 3 ലക്ഷം രൂപ തരാതെ നിർമ്മിച്ചിട്ടുണ്ട്. 3 ലക്ഷം രൂപ തരും. ഇങ്ങോട്ട് വാ. 3 ലക്ഷം രൂപ തരും. അത് ഉറപ്പിക്കണം. ഇതിനകത്ത് മത്സരിച്ചേ പറ്റുന്നു. 3 ലക്ഷം രൂപ ഉറപ്പിക്കാം. പക്ഷേ എനിക്ക് കുറെ കണ്ടീഷൻ ഉണ്ട്. എന്തുവാ? ഈ കുതിര എന്നെ തൊഴിക്കരുത്. കുതിര തൊഴിക്കരുതെന്ന്. കുതിര തൊഴിക്കരുതെങ്കിൽ ഇവൻ കുതിരയുടെ ഫ്രണ്ടിൽ പോയിരുന്ന് വർത്താനം പറയരുത്. ഇവന്റെ വർത്താനം കേട്ടാ തൊഴിക്കാത്ത കുതിര വരെ തൊഴിക്കുമെന്ന് എനിക്കറിയാം. ഇവന്റെ അങ്ങനെ തപ്പരി തുപ്പരി പിപ്പിരി എനിക്ക് മനസ്സിലാവുന്നുണ്ട് മുതൽ. എനിക്ക് മനസ്സിലാവും. രണ്ടാമത്തെ കണ്ടീഷൻ, എനിക്ക് പോവാനും വരാനും ഒരു വണ്ടി വേണം. സെക്കൻഡ് ഹാൻഡ് മതിയാവുമല്ലോ. അതെന്താ അങ്ങനെ പറഞ്ഞത്? സെക്കൻഡ് ഹാൻഡോടാണല്ലോ പുള്ളിക്ക് ഇപ്പൊ താല്പര്യം. അങ്ങനെയാണെങ്കിൽ മൂന്നാമത്തെ കണ്ടീഷൻ, മസ്കറ്റ് ഹോട്ടലിൽ എനിക്ക് താമസം വേണം. കാലത്തിന്റെ പെടഞ്ഞുള്ള ഒരു പോക്കേ. ബിസ്ക്കറ്റ് മേടിക്കാൻ കാശില്ലാത്തവനാ മസ്കറ്റ് ഹോട്ടലിലെ താമസിക്കും. നടക്കട്ടെ. ഇപ്പൊ ഞാൻ പറഞ്ഞ ഈ പുള്ളിക്കാരൻ വരുന്നത് CCTV കാര്യങ്ങൾ വെച്ചാൽ മതിയല്ലോ. CCTV ക്യാമറ എന്തെങ്കിലും വെച്ചാൽ മതിയല്ലോ. അതെ, CCTV ക്യാമറ വെക്കണം. അല്ല, ഞാനൊരു കാര്യം ചോദിച്ചു. എന്താ? ഇവൻ ആദ്യം ഇവിടെ ജോലിക്ക് നിന്ന സമയത്ത് ഈ CCTV ക്യാമറ വെച്ചിരുന്നെങ്കിൽ ഭാര്യ ഇപ്പോഴും ഇവിടെ ഉണ്ടാകത്തില്ലായിരുന്നു. ഞാൻ ഫുള്ള് വെച്ചേക്കുമല്ലായിരുന്നോ? ആ CCTV ക്യാമറയിൽ കുതിര ചാണകം വലിച്ചെറിഞ്ഞിട്ടല്ലേ എന്റെ പെണ്ണെ വിളിച്ചോണ്ട് ഓടിയത്. എന്തോ പരിപാടിയാണ് ആണെന്ന് അങ്ങനത്തെ ബുദ്ധിമാനാവൻ. ഇവരെ വിശ്വസിക്കാൻ കൊള്ളത്തില്ല. ഇപ്പൊ എന്ത് ചെയ്യണം? ഇപ്പൊ എങ്ങനെ മത്സരത്തിലോട്ട് കടക്കണം? പറഞ്ഞാൽ അതെല്ലാം ചെയ്തേ പറ്റത്തുള്ളൂ. നിങ്ങൾക്ക് എന്ത് വേണമെന്നാണ് പറയുന്നത്? എന്ത് വേണം? എനിക്ക് 7 ലക്ഷം രൂപ വേണം. 7 ലക്ഷം രൂപ? സുഹൃത്തെ, നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം. 1 കോടി രൂപയുടെ ബിസിനസ് ആണ് ഇവിടെ നടക്കുന്നത്. ഈ മത്സരത്തിൽ മുതലാളിയുടെ കുതിര ജയിക്കുകയാണെന്നുണ്ടെങ്കിൽ 1 കോടി രൂപയാണ് കിട്ടാൻ പോകുന്നത്. 1 കോടി രൂപയാണ്? 1 കോടി രൂപ. അങ്ങനെയാണെങ്കിൽ 7 ലക്ഷം രൂപ പോരാ. ഈ 1 കോടി രൂപ കിട്ടുകയാണെങ്കിൽ ജയിച്ചാൽ നിങ്ങൾ എനിക്ക് എന്ത് തരുമെന്ന് പറ. അവൻ ചോദിച്ച കേട്ടില്ലേ മുതലാളി? ഒക്കോളം പറ. വേണ്ട മുതലാളി, ഞാനൊരു CA-കാരനാ. എനിക്കറിയാം. നീ ജയിക്കുകയാണെന്നുണ്ടെങ്കിൽ 60 കണ്ടവും 400 വണ്ടിക്കാളെ തരും. ടൈ കെട്ട സുകുമാരി, എന്തോ ഈ കുട്ടനാട് ഭാഗത്തൂടെ പോയിട്ടുണ്ടോ ബസ്സിൽ? ഇല്ല, പോയിട്ടില്ല. അവിടെ ഞാൻ കണ്ടിട്ടുള്ളൂ ഈ 60 പറം കണ്ടം. അല്ല, ഞാൻ ഇന്നുവരെയും കണ്ടിട്ടില്ല. പിന്നെ നീ എന്തോ കൊടുക്കാന്ന് പറഞ്ഞു? 400 വണ്ടിക്കാള്. 400 വണ്ടിക്കാള്? എവിടെന്നറാ ഇന്നത്തെ കാലത്ത് 400 വണ്ടിക്കാള്? ആര് കൊടുക്കും? ഞാൻ പായി തോന്നാൻ വിളിച്ച് പറയരുത്. കൊടുക്കാൻ പറ്റുന്ന കാര്യം മാത്രം. മുതലാളിക്ക് ഭയങ്കര ആഗ്രഹം ഊട്ടി പോയി പായസം കുടിക്കണോ, എന്തോ ചെയ്യേ, തണുപ്പത്ത് പറ്റുമോ, ഭയങ്കര സ്നേഹമാണ്. അപ്പൊ ഒരു കാര്യം ചെയ്യാം, ഈ പറയുന്ന സാരികളൊക്കെ സെറ്റാക്കി തരാം. പക്ഷെ വേറൊരു കാര്യം, ഞങ്ങളുടെ ഓപ്പോസിറ്റ് ടീമുണ്ട്, ഡിക്രൂസ്. ഈ ഡിക്രൂസിന്റെ കുതിര മണിക്കൂറിൽ 110 കിലോമീറ്റർ സ്പീഡിലാണ് ഓടുന്നത്. അതുപോലെ തന്നെ ഫെർണാണ്ടക്കിന്റെ കുതിര മണിക്കൂറിൽ 120 കിലോമീറ്റർ സ്പീഡിലാണ് ഓടുന്നത്. അതുകൊണ്ട് മുതലാളിയുടെ കുതിര മണിക്കൂറിൽ 140 കിലോമീറ്റർ സ്പീഡിൽ ഓടണം. ഞാൻ ചോദിക്കട്ടെ, അന്റാർട്ടിക്ക മിസൈൽ ഇട്ടെന്നും പറഞ്ഞ് ഇവിടുത്തെ അന്ത്യാപീസിട്ട് പറഞ്ഞിട്ട് വരക്കേണ്ട കാര്യം എന്തേ? ഇവിടുത്തെ ഓഫീസിട്ട് പറഞ്ഞിട്ട് വരക്കേണ്ട കാര്യം എന്തേ? അങ്ങനെ ഓടും. ഇത് പാണ്ടിക്കുതിരയാണ്. പാണ്ടിക്കുതിര. എന്റെ കുതിര പാണ്ടിക്കുതിര? പാണ്ടിക്കുതിര. നിങ്ങൾ എന്തർത്ഥത്തിലാണ് പറഞ്ഞത്? പാണ്ടിക്കുതിരയാണോ അത്? പിന്നെ ഞാൻ പറയും 100% ഞാൻ പറയും പച്ച മലയാളി കുതിരയാണെന്ന്. അതങ്ങനെ വാലിൽ നുള്ളിയാ പോലും വാ പൊളിക്കാത്ത കുതിരയാണ്. തനി മടിയൻ കുതിര, മലയാളി കുതിര. എനിക്കറിയാമോ ഞാൻ എത്ര നുള്ളിട്ടുണ്ടെന്നറിയോ? അങ്ങനെയാണെന്നുണ്ടെങ്കിൽ മുതലാളിയുടെ കുതിര ഈ പറഞ്ഞ് 140 കിലോമീറ്റർ സ്പീഡിൽ ഓടിപ്പിക്കണം. 140 കിലോമീറ്റർ സ്പീഡിൽ ഞാൻ ഓടിപ്പിക്കാം. പക്ഷെ അത് ഓടിപ്പിക്കണമെങ്കിൽ എന്റെ കയ്യിൽ ഒരു രസായനമുണ്ട്. രസായനം അത് കൊടുത്തു കഴിഞ്ഞാൽ 160 പേരും സ്പീഡിൽ ഓടും. എത്ര രൂപ? 1 ലക്ഷം രൂപയാവും. 1.5 ലക്ഷം രൂപ തന്നിട്ടായാലും ആ രസായനം മേടിക്കും മുതലാളി. നമുക്ക് എനിക്ക് രസായനം വേണ്ട. എന്റെ മുതലാളി, അവന്റെ കയ്യിരിക്കുന്ന രസായനം നമ്മൾ 1 ലക്ഷം രൂപ കൊടുത്ത് വാങ്ങിച്ചു കഴിയുകയാണെങ്കിൽ 160 കിലോമീറ്റർ. എനിക്ക് രസായനം വേണ്ടെന്ന്. അതെന്താ ഇത്ര വേണ്ടത്? രസായനം വേണ്ടാത്ത ആ രസായനം പാലിക്കലക്കി തന്നിട്ടാണ് എന്റെ പെണ്ണും പിള്ളേരെ എടുത്തോണ്ട് ഇവിടുന്ന് ഓടിയത്. പിന്നെ ഞാനതെങ്ങനെ മേടിച്ചു കുടിക്കും?